നമുക്ക് ഈ ചാപ്റ്ററിൽ സ്ട്രെച്ച് കമൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. അതിനായി മോഡിഫൈ ടൂൾ ബാറിൽ വരിക, സ്ട്രെച്ച് കമൻറ്റ് ചൂസ് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനായി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്തു എൻ്റർ ചെയ്യുക. ഇനി ഞാൻ ഈ ഒരു ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്തു. നമുക്ക് ഇങ്ങോട്ട് എത്രയാണ് വേണ്ടത്? എനിക്കൊരു 3 വേണം. അപ്പോൾ ഞാൻ 3 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഒബ്ജക്റ്റിന് നമുക്ക് സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. സെയിം നമ്മൾ നേരത്തെ എടുത്ത പോലെ സ്ട്രെച്ച് എടുത്തു, ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ ചെയ്തു. ഇനി ഞാൻ ഇവിടെ ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓബ്ജക്റ്റ് കൂടെ വരും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കെപ്പോഴും സ്ട്രെച്ച് കമൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ ആ ഒരു ഏതൊരു ഒബ്ജക്റ്റിനാണ് നമുക്ക് അതിൻ്റെ അങ്ങോട്ട് മുന്നോട്ട് മാറ്റി നിർത്തിയിട്ട് അവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റിലോട്ട് പോവുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേസ് പോയിൻ്റ് വെച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഞാൻ 10 കൊടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സ്ട്രെച്ച് കമൻറ്റ് എടുത്തു, ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് മൂവ് ആവുന്നുണ്ട്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പോർഷൻ മാത്രം സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ വീണ്ടും സ്ട്രെച്ചിൽ വരിക, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുന്നോട്ടായി മാറ്റി നിർത്തിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആ ഒരു പോർഷന് മാത്രം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പോർഷന് മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ആ ബേസ് പോയിൻ്റ് കൊടുക്കുന്നു. നമുക്ക് എവിടെയാണ് വേണ്ടതെന്നുള്ള പോയിൻ്റ് നമുക്ക് അറിയാവുന്ന, സപ്പോസ് ഒരു 5 ആണ് നമുക്ക് വേണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക, കീബോർഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഒരു 5 ലെങ്ത് കൂടെ നമുക്ക് സ്ട്രെച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ടും സ്ട്രെച്ച്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇത്രയും ഒരു പോർഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ബേസ് പോയിൻ്റ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് നമുക്ക് എത്ര വേണ്ടത് 2 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്യുക. ഇതാണ് സ്ട്രെച്ച് കമൻറ്റ് എന്ന് പറയുന്നത്.